ഹലോ, ഇത് ഞാനിന്ന് ടൂണ ഫിഷ് വെച്ച് നമ്മൾ ഇന്ന് ഒരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഈ ടൂണ ഫിഷ് വെച്ച് എങ്ങനെയാണ് തോരനൊക്കെ ഉണ്ടാക്കുന്നത് എന്ന്. ആദ്യമൊക്കെ വാങ്ങിക്കുന്നവർക്കൊരു സംശയം കാണും. അപ്പോൾ ആദ്യമൊക്കെ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ടൂണ ഫിഷ് വെച്ച് നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ട ചെറിയ ചെറിയ പീസസാണ്. ഇത് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂണയാണ്. നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഒരു പാന് അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. എന്നിട്ട് കൊച്ചായിട്ടരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് അടിയിൽ പിടിക്കാതെ നോക്കണം. നല്ലതുപോലെ ഇളക്കി കൊച്ചായിട്ടരിഞ്ഞ് ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. ഈ സവാളയും നല്ലതുപോലെ ഇളക്കി ഒന്ന് ഹാഫ് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ വഴണ്ട് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു തക്കാളി കൊച്ചായിട്ടരിഞ്ഞത് ഇട്ട് അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുക. ഇളക്കി ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചതിൻ്റെ കുഴപ്പമായിരിക്കും, ഇടത് കൈ വെച്ചാണ് ഞാനിങ്ങനെ ഇളക്കുന്നതായിട്ട് തോന്നുന്നു. പക്ഷെ ഞാൻ വലത് കൈയാണ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോഴതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നല്ലതുപോലെ വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ടൂണ ഫിഷ് ഉണ്ടല്ലോ, ടൂണ ഫിഷ് നമ്മൾ മുമ്പേ കുറച്ച് അത് വെള്ളത്തിൽ കിടക്കുന്ന ടൂണ ഫിഷാണ്. അപ്പോഴത് നമ്മൾ തോരനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ തോരന് അധികം വെള്ളമയം വേണ്ടല്ലോ, അതൊന്ന് ഊറ്റാൻ വേണ്ടി ഒരു അരിപ്പിൽ വെച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ ദാണ്ട് ഇതിനകത്തിപ്പം കുറച്ച് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം കാശ്മീരി ചില്ലി നമ്മൾ എരിവിനനുസരിച്ച് നമ്മളെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാനിപ്പോൾ ഒരു 1/4 സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്ത് അത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലതുപോലെ അടിയിൽ പിടിക്കാതെ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഇങ്ങനെ ഇളക്കണം. ഇളക്കുന്ന ചട്ടിയിൽ അടിയിൽ പിടിക്കരുത്. എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ഗരം മസാല ഉപയോഗിക്കാം. ഗരം മസാല വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ടൂണ ഫിഷിനൊരു മണമുണ്ട്, മീനിൻ്റെ ഒരു ഫിഷിൻ്റെ ഒരു മണമുണ്ടല്ലോ, അത് ആ സ്മെല്ലൊക്കെ മാറി കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഗരം മസാല ഉപയോഗിക്കണം. ഗരം മസാല ഇട്ട് കൊടുത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ചിലർക്ക് ആ മസാലയുടെ മീനിനകത്ത് ചിലവർ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ഗരം മസാല ഉപയോഗിച്ച് മിക്സാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ തിരികിയത് ഇട്ട് കൊടുക്കുക. അത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആവുന്നത് വരെ. തോരനല്ലേ, ഇവിടെ അധികം ഗ്രേവി വേണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ടൂണ ഫിഷ് നമ്മൾ അതിൻ്റെ ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ മിക്സിലോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഈ ഇളക്കുന്നത് ഇങ്ങനെ എപ്പോഴും ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അടിയിൽ ചട്ടിയിൽ പിടിക്കാതിരിക്കാനും അതൊന്ന് തോരനാകുമ്പം ഡ്രൈ ആയിട്ടിരിക്കണ്ടേ, അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നത്, മീനല്ലേ പൊടിഞ്ഞു പോവില്ലേ എന്നൊക്കെ തോന്നാം.
പക്ഷേ ഇത് ഡ്രൈ ആക്കുന്നതിന് വേണ്ടി അതിന് കുറച്ച് ഈർപ്പമുണ്ട് ഈ ഫിഷിനകത്ത്. അപ്പോൾ ആ ഫിഷിൻ്റെ ആ ഈർപ്പമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ തവിയിട്ടിങ്ങനെ അത് ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ. ചിലപ്പോൾ അത് കട്ട പിടിക്കുകയും ചെയ്യും, കുഴകുഴായിരിക്കുന്ന സാധനം. ആ അത് ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കുന്നതിനും കൂടിയാണ് ഞാനിങ്ങനെ ഇളക്കി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതേപോലെ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞൊരു പരുവോ. ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും, കാരണം എന്ന് വെച്ചാൽ ഒരിച്ചിരി ഒരു മയം കിട്ടുമല്ലോ. എനിക്കിങ്ങനെ അധികം കുഴയാതെ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില. എൻ്റെ ഇപ്പം മല്ലിയില ഇല്ലായിരുന്നു, എൻ്റെ കയ്യിലിപ്പം കുറച്ച് കറിവേപ്പിലയായിരുന്നു ഉള്ളത്. ഞാനത് കറിവേപ്പില ഇട്ടു. വീണ്ടും ഞാനിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഇളക്കിൽ കാണുന്നിടത്തേക്ക് നല്ലൊരു രസം തോന്നുന്നുണ്ട് എല്ലാവർക്കും. എനിക്കങ്ങനെ തോന്നിയേട്ടാ. അങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഈർപ്പമൊക്കെ ഒന്ന് മാറുന്ന ഒരു പരുവമാക്കി എടുക്കണം. പിന്നെ ഇങ്ങനെ പരുവാക്കി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒന്ന് ടേസ്റ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പ് എരിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം. ഞാനിപ്പോൾ ദാണ്ട് ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റ് പരുവമാണ്. വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. കുറച്ച് ഗരം മസാലയും കൂടെ വീണ്ടും ആഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഫ്ലേവർ വരും ഏറ്റവും അവസാനം കുറച്ചും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മളവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ട്യൂണ ഫിഷിൻ്റെ തോരൻ റെഡിയായി. ഇങ്ങനെ ആവിയൊക്കെ പറക്കുവാണ്, കണ്ട എന്താ മണമെന്നറിയാവോ. നമുക്കിത് എല്ലാ വിഭവങ്ങളുടെയും കൂടെ കഴിക്കാം. അപ്പോഴേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.